അപ്പോൾ ഗൈസ്, ഡ്രോൺ എടുക്കാനാണ് പോകുന്നത്. DJI Mini 5 Pro. ആക്ച്വലി നമുക്കിവിടെ DJI ഓതറൈസ്ഡ് സെല്ലിംഗ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ആക്ച്വലി അങ്ങനൊരു ഇതില്ല. അത് ആക്ച്വലി നമുക്ക് മറ്റേ ട്രിവാൻഡ്രത്തെ ബാബാസ് വഴിയാണ് നമുക്കിത് ആക്ച്വലി ഇത് കിട്ടിയത്. സോ ബാക്കി വീഡിയോസ് അങ്ങോട്ട് നോക്കാം. സോ ഗൈസ്, നമ്മുടെ സ്റ്റോറിലെത്തി, ഡ്രോൺ കണ്ടു, ഒരു പ്രീ ഡെലിവറി ചെക്കിങ് ചെയ്തു, ഫസ്റ്റ് ഫ്ലൈയിങ്ങിന് വേണ്ടി ട്രൈ ചെയ്തു. ബട്ട് ഇവിടെ വെച്ച് ചെയ്യണോ? അപ്ഡേറ്റ് ഉണ്ട്. സച്ചിനാണ്. ഹലോ ഹലോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു, ജസ്റ്റ് അൺബോക്സ് ചെയ്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം ഇനി അപ്ഡേറ്റ് ചെയ്യണം, ബാറ്ററി ചാർജ് ചെയ്യണം. പിന്നെ രാത്രി കണ്ട, ഇന്നിപ്പം ഞാൻ പറ്റുമെങ്കിൽ നാളെ രാവിലെ തന്നെ ചെക്ക് ചെയ്യാം. ഹലോ ഗൈസ്, സോ ഒരു പെട്ടെന്നുള്ളൊരു ഷൂട്ടാണ്. ഷൂട്ടെന്ന് പറഞ്ഞാൽ സംഭവം സാധനം തുറന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പറഞ്ഞ പോലെ വീഡിയോ ടൈറ്റിൽ പോലെ ഡ്രോണിൻ്റെ അൺബോക്സിംഗ് ആണ്. ആക്ച്വലി ട്രിവാൻഡ്രം ബാബാസ് എന്നാണ് ഞാൻ ഡ്രോൺ എടുത്തത്. അറൗണ്ട് 123,500 ആയി ഡ്രോണിന്. ഫ്ലൈമോ കോംബോ ആണ്. പിന്നെ അതൊരു ഓതറൈസ്ഡ് സെയിലല്ല, അറിയാലോ, DJIക്ക് ഓതറൈസ്ഡ് സെയിലില്ല ഇന്ത്യയിൽ. ആൻഡ് ബാബാസ് ആക്ച്വലി എനിക്കത് അറേഞ്ച് ചെയ്ത് തന്നു. ആൻഡ് ബാബാസ് വഴി എനിക്ക് ആക്ച്വലി എല്ലാം കറക്റ്റ് ഡീലിംഗ് ആയിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. സോ കുഡോസ് ടു ബാബാസ്. ആൻഡ് പെട്ടെന്നുള്ളൊരു ഷൂട്ടായതുകൊണ്ട് തന്നെ അവിടെയും ഇവിടെ ഒരു ക്യാമറ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഓൾറെഡി ദിസ് ഈസ് ദ ബോക്സ്. DJI Mini 5 Pro ഫ്ലൈമോർ കോംബോ ആണ്. ആൻഡ് എനിക്ക് ഞാൻ കുറച്ച് യൂട്യൂബിലെ വീഡിയോസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത്രയും വലിയൊരു എക്സ്പെൻസീവ് എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യണ മുമ്പ് നമ്മൾ പ്രോപ്പർലി പ്രിപ്പയർഡ് ആയിരിക്കണം. സോ കാണാൻ പറ്റുന്ന അത്രയും യൂട്യൂബിലെ വീഡിയോസൊക്കെ കണ്ട് ഓക്കെ. ഓൾറെഡി ഡ്രോൺ യൂസ് ചെയ്ത ആൾക്കാർക്ക് ഇത് ഈസി ആയിരിക്കും, കാരണം അവർക്ക് ആ ഒരു ഫസ്റ്റ് നമ്മളൊരു ബൈക്ക് ഓടിച്ച് പഠിക്കുന്ന പോലെ തന്നെയാണ് ഇതും. ഒരു എക്സ്പെൻസീവ് എക്യുപ്മെൻ്റ് ആയതുകൊണ്ട് നമുക്കും പേടിയായിരിക്കും, എന്തെങ്കിലും കുഴപ്പമാവോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തെന്തെങ്കിലും മണ്ടത്തരം ചെയ്ത് ഡ്രോൺ ആക്ച്വലി എന്തെങ്കിലും ഇഷ്യൂ ആവുന്നുണ്ടെങ്കിൽ അത് വി വിൽ ബി റിഗ്രറ്റിംഗ് ദാറ്റ്. സോ ഓൾറെഡി ഇന്നലെ ബാബാസ് വെച്ച് ഇത് അൺബോക്സ് ചെയ്തു. ദെൻ എന്താ പറയുക, അൺബോക്സ് ചെയ്തു. എനിക്ക് സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നു. അവർ ഓണാക്കി ഫ്ലൈ ചെയ്യാൻ നോക്കി, പക്ഷേ പറ്റിയില്ല. അത് എന്തെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇതിൻ്റെ RC ഡ്രോണായിട്ട് കണക്ട് ആവണം. ദെൻ ഇത് കണക്ട് ആവണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് ലോഗിൻ ചെയ്യണം. ലോഗിനൊക്കെ ഓൾറെഡി അവിടെ നിന്ന് ചെയ്തു. ദെൻ ഫേംവെയർ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു, അറൗണ്ട് 2 GB സംതിങ് ഫേംവെയർ അപ്ഡേറ്റ്. സോ ഡിലേ ആകും. ഓൾറെഡി ഞാൻ ഓഫീസ് കഴിഞ്ഞ് നേരിട്ട് പോയപ്പം ഓൾറെഡി നൈറ്റായി. ആൻഡ് ഓക്കെ, സോ ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. സോ ഒന്നും കൂടെ ബോക്സ് കാണിച്ചു തരാം. ഈ ക്യാമറയിൽ കിട്ടണം. ഈ ക്യാമറയിൽ കിട്ടിയാൽ മാത്രമേ സിനിമാറ്റിക് ലുക്ക് കിട്ടുള്ളൂ. ഇതൊക്കെ അതിൽ വരുന്നുണ്ടോ ആവും. ഒന്ന് ജസ്റ്റ് അവിടെ പോയി നോക്കട്ടെ, വർക്ക് അത് കറക്റ്റ് നടക്കുന്നുണ്ടാവും. സോ ഇതാണ് ഒരാൾ ഷൂട്ട് ചെയ്യാൻ, ഒരാൾ നിന്ന് സോളോ ഫിലിം മേക്കിംഗ് ചെയ്യുമ്പോഴുള്ള ഇഷ്യൂ ഇതൊക്കെയാണ്. സോ അൺബോക്സ് ചെയ്ത് നോക്കാം. ഓൾറെഡി പൊട്ടിച്ച കവറിൽ ഒരു സെലോടേപ്പ് പൊട്ടിച്ചിരുന്നു. ഫ്ലൈമോ കോംബോ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ കൂടെ
ഒരു ബാഗ് കിട്ടും. ദിസ് ഈസ് ദ ബാഗ്. നല്ല ബാഗാണ്. വാട്ടർ പ്രൂഫൊന്നുമല്ല, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. സോ ടൂറിങ്ങിന് പോകുമ്പോൾ ഡ്രോൺ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തായാലും ഈ ബാഗേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബാക്കി എല്ലാം ഇതിൻ്റെ അകത്തുള്ള എല്ലാ ഐറ്റംസ്, അതായത് ബാറ്ററി, ഡ്രോൺ, RC, ഇതിനെല്ലാം ഈ ബാഗിലൊരു ഡെഡിക്കേറ്റഡ് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. സോ ഓപ്പൺ ചെയ്ത് നോക്കാം. സോ നല്ല ക്വാളിറ്റി ബാഗാണ്. പിന്നെ അത്രയും പൈസ കൊടുക്കുന്നുണ്ട്, നല്ല ക്വാളിറ്റി ബാഗ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ദി RC2 ആണെന്ന് തോന്നുന്നു. RC2 അല്ലേ? RC2 തന്നെ ആയിരിക്കണം എൻ്റെ ഒരു ഇത്, അല്ലെങ്കിൽ ഞാൻ കറക്ഷൻ ചെയ്യാം കേട്ടോ. RC2 ആണ്. ഇവിടെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ? യെസ്, RC2 കൺഫേം. സോ ഇതെൻ്റെ ആൻറ്റിന. ഇതിനൊക്കെ വേറെ പ്രോപ്പർ ടേംസ് കാണും കേട്ടോ. ഞാൻ ആക്ച്വലി ആകെ 1-2 യൂട്യൂബ് വീഡിയോ കണ്ട ഒരു എക്സ്പീരിയൻസിലാണ് പറയുന്നത്. ഇതാണ് എൻ്റെ ഇതിൻ്റെയൊക്കെ ടേം. എന്താണ് സ്റ്റിക്ക്? ആക്ച്വലി ഇവിടെ നിന്ന് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് ചെയ്യാന്നേ ഉള്ളൂ, ഈസി. സോ RC2 അറിയാലോ, പവർ ബട്ടൺ. CNS സ്പോട്ടാണ്. സിയും എന്നും എന്തിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് ഷട്ടർ ബട്ടൺ ആണെന്ന് തോന്നുന്നു ഫോട്ടോ എടുക്കുന്നത്. ഇത് വീഡിയോ റെക്കോർഡിംഗ് ബട്ടൺ. ഇതും സൂം ഔട്ട് എന്തൊക്കെയാണ് അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പറയാം. C1 C2 ഒക്കെ കസ്റ്റം സ്വിച്ച് ആണ് തോന്നുന്നു, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നു. ബട്ട് എനിക്ക് അറിഞ്ഞൂടാ, കുറച്ച് കൂടുതൽ പഠിക്കേണ്ടി ഇരിക്കുന്നു. ഓക്കെ, സോ ഇത് ചാർജിങ് സ്ലോട്ട് ആൻഡ് ദിസ് ഈസ് ദ മൈക്രോ SD കാർഡ് സ്ലോട്ട്. നെക്സ്റ്റ് വൺ ഈസ് ദ മെയിൻ തിങ്, drone actually so this is DJI Mini 5 Pro. ഇത് ആക്ച്വലി എൻ്റെ ഗിംബിൾ പ്രൊട്ടക്ടറാണ് ആൻഡ് ഓൾറെഡി പ്രൊപ്പല്ലർ ഇൻസ്റ്റാൾഡ് ആണ്. ഇതിൻ്റെ പ്രൊപ്പല്ലർ ആക്ച്വലി നമുക്ക് ഊരാൻ പറ്റും. അതൊരു ജസ്റ്റ് പുഷ് ഡൗൺ ചെയ്ത് റിലീസ് ചെയ്യാൻ പറ്റും. ബട്ട് അത് പഠിക്കണം. എനിക്ക് ഒരു പേടിയായി എപ്പോഴും ചെയ്യാൻ. ഈവൻ ബാബാസിൽ ആക്ച്വലി അവിടെയും ട്രൈ ചെയ്തിട്ട് അവർക്കും ഒരു റിസ്ക് ആയതുകൊണ്ട് അവർ അത് ചെയ്തില്ല. സോ അതും യൂട്യൂബിൽ നോക്കി പഠിക്കണം. സോ ബിഫോർ ദാറ്റ് ബാഗിൽ വെക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം വെച്ചിട്ടായിരിക്കും ബാഗിൽ വെക്കുന്നത്. സോ ഇതെങ്ങനെയാണ് റിലീസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഈ പ്രൊട്ടക്ടർ ആക്ച്വലി ഇവിടെ ഒരു ലോക്ക് അവർ ചെയ്തിട്ടുണ്ട്. അത് ഒരു ഡിസൈനിൽ തന്നെ അവർ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിങ്ങനെ ഊരുക, ശരി പിന്നെ എടുക്കുക. ദെൻ ഇവിടെ നിന്ന് അത് ഊരുക. ഇവിടെ ആക്ച്വലി ലോക്കുണ്ട്. ഓക്കെ, കുറച്ച് ദിവസം എടുക്കും റെഡിയായി വരാൻ. ഇനി ഫസ്റ്റ് ഏത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്കിതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇതെല്ലാം ഇത് നമുക്ക് താഴത്തുനിന്ന് തന്നെ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, താഴോട്ടാണ് കേട്ടോ, താഴോട്ടാണ്. ഇങ്ങനെ പിടിച്ച് വലിക്കരുത്. ഓക്കെ, ആൻഡ് voila. സോ ദിസ് ഈസ് ദ ഡ്രോൺ. ഇത്രയേ ഉള്ളൂ ഡ്രോൺ. ഈ ഒരു കൊച്ചു സാധനമാണെങ്കിലും അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. സെൻസേഴ്സ് നോക്കുകയാണെങ്കിൽ 1 2 3 4 ഇതും എന്തെങ്കിലും സെൻസേഴ്സ് ആയിരിക്കും. എത്രയായി? 4 ആയിരുന്നു. 4 ആൻഡ് 5 6 ഇതും മേ ബി എന്തെങ്കിലും സെൻസേഴ്സ് ആയിരിക്കും. ഇതാണ് സാധനം. ഓൾറെഡി ബാറ്ററി ഒരെണ്ണം അറ്റാച്ച്ഡാണ്. ബാറ്ററീൻ്റെ പവർ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ബാറ്ററീൻ്റെ പവർ അറിയാൻ പറ്റും. എന്നിട്ട് ഇത് ഓൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു പുഷ് ചെയ്തിട്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക.
ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ഇനി ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്, കാരണം ഒന്നും ചാർജൊന്നും കാണത്തില്ല. ഓക്കെ, ഓഫായി. സോ ജസ്റ്റ് 1 ക്ലിക്ക് ദെൻ ആൻഡ് ഹോൾഡ് ചെയ്യുമ്പം ഓണാവും. സെയിം തന്നെ ജസ്റ്റ് 1 ക്ലിക്ക് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ഓഫ് ആവും. ബാറ്ററി എങ്ങനെയാണ് ഊരുന്നതെന്ന് വെച്ചാൽ, ഈ ബട്ടൺ എന്തിനാണെന്ന് വെച്ചാൽ അറിഞ്ഞൂടെ ഗൈസ്. ഓക്കെ, ബാറ്ററി ഇതാണ് ബാറ്ററി. ഓക്കെ, അപ്പോൾ ഈ ബാറ്ററി നമുക്ക് എങ്ങനെ ഊരാന്ന് വെച്ചാൽ, ഈ 2 ബട്ടണുണ്ട്, ഇതും ഇത് രണ്ടും ഒരുമിച്ച് ക്ലിക്ക് ചെയ്ത് പിടിക്കുക, പ്രസ് ചെയ്ത് പിടിക്കുക ആൻഡ് പുഷ്. ഡ്രോണിൻ്റെ പകുതി വെയിറ്റ് ഈ ബാറ്ററിയാണ് കേട്ടോ. ഡ്രോൺ ആക്ച്വലി ലൈറ്റാണ്, ഭയങ്കര ലൈറ്റ്. ഇങ്ങനെ വെച്ച് നോക്കുമ്പം ഓൾമോസ്റ്റ് ഇത് രണ്ടും സെയിം വെയിറ്റാണ്. ഓക്കെ, സോ ഇതാണ് ബാറ്ററി. ഓക്കെ, ഡ്രോൺ ഓഫ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് തിങ് ഇൻ ദ ബോക്സ് ഈസ് ഫ്ലൈമോർ കോംബോ മേടിക്കാനുള്ള മെയിൻ റീസൺ, നമുക്ക് 50 മിനിറ്റ്സ് ഫ്ലൈറ്റ് ടൈം കിട്ടണമെങ്കിൽ നമുക്ക് ഈ 3 ബാറ്ററിയും വേണ്ടി വരും. സോ ദ ബാറ്ററി പാക്ക് 3 ബാറ്ററിയാണ്. ഓൾറെഡി ക്യാമറയിൽ ഒരു ബാറ്ററി ഉണ്ട്. സോ ബാലൻസ് 2 ബാറ്ററി എടുക്കുക, വയ്ക്കുക, ചാർജ് ചെയ്യുക. ടൈപ്പ് സി ആണ്. ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും വരുന്നില്ല, സോ അതിൻ്റെ അർത്ഥം ചാർജ് കാണുന്നില്ല എന്നായിരിക്കും. സോ ദ ബാറ്ററി. ഓക്കെ, നമുക്ക് ഇനി ബാഗിലുള്ളത് തീർന്ന്. ബോക്സിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ദിസ് വൺ അനദർ DJI ഒരു ഫ്ലൈമോർ ബോക്സ് യൂട്ടിലിറ്റി. ND ഫിൽറ്റേഴ്സാണ് ഗൈസ്. ഇത് ND ഫിൽറ്റേഴ്സാണ്. അതിൽ ND ഫിൽറ്റേഴ്സിൽ 8 ഉണ്ട്, 32 ഉണ്ട് ആൻഡ് 128 ഉണ്ട്. ഇത് ആക്ച്വലി നമുക്ക് ഇവിടെ മൗണ്ട് ചെയ്യാൻ പറ്റണം. സോ മൗണ്ട് ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ട് അതും ഞാൻ യൂട്യൂബിൽ നോക്കി പഠിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് ഇനി നമുക്ക് ഈ ബോക്സിൽ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ്ട്രാ പ്രൊപ്പല്ലേഴ്സാണ്. എക്സ്ട്രാ പ്രൊപ്പല്ലേഴ്സിൽ 1 2 3 4 5 6 അതൊക്കെ നോക്കണം, യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്യാം. ആൻഡ് സോ ബി ആണ് ഇവിടെയും ഇവിടെ ഇടേണ്ടത് ഡയഗണലി. ഓക്കെ, ആൻഡ് ദിസ് ഈസ് എ ആക്ച്വലി ഇവിടെയും ഇവിടെയാണ് ഇടേണ്ടത്. സോ ഇങ്ങനെ ഡയഗണലിയാണ് ഇടേണ്ടത്. സോ അങ്ങനെ മൊത്തം 6 എണ്ണം, 3 B 3 A. ഓക്കെ, 2 എണ്ണം വെച്ച് ഒരു എയും ഒരു ബിയും കൂടെ തന്നിരുന്നെങ്കിൽ അത് 8 ആയേനെ. ബട്ട് വൈ DJI? ഇതെന്താ ഇതിലൊന്നും ഇല്ലേ? തീർന്നു തോന്നുന്നു ഗൈസ്. ഇത് ടൈപ്പ് സി കേബിൾ. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നല്ലേ? ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. സിലിക്ക ജെൽ, വീണ്ടും സിലിക്ക ജെൽ, DJIൻ്റെ സ്റ്റിക്കർ, മാനുവൽ ആൻഡ്രേ ആവശ്യം വരും. സോ ഇത്രയൊക്കെ ഉള്ളൂ. മാനുവൽ ഡ്രോണാണ്, സോ നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. എല്ലാം നോക്കി കണ്ടേ ചെയ്യാവൂ, അല്ലെങ്കിൽ പൈസ വെള്ളത്തിൽ പോവും. അറിയാലോ, വാറണ്ടി ഒന്നും കിട്ടത്തില്ല. ലോക്കലി ശരിയാക്കാനേ പറ്റത്തുള്ളൂ. ദാറ്റ്സ് ദ റിസ്ക് ഓഫ് ഡ്രോൺ എന്താണ് എടുക്കണമെന്നൊക്കെ പിന്നീട് അങ്ങോട്ട് പറയാം. ബാക്കി കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാണ്ട്. ബാറ്ററി ചാർജ് ചെയ്യണം ഫസ്റ്റ്, RCയും ചാർജ് ചെയ്യണം, അതും ഫസ്റ്റ്. ഓക്കെ, ഇതൊക്കെയാണ് സാധനങ്ങൾ. $24 minutes ഷൂട്ട്, ഡയറക്റ്റ് ഷൂട്ട്.